event is a celebration of excellence where our students' hard work, creativity, and passion take center stage. We thank each one of you for joining us and making this day even more special with your presence. As we begin, let us come together in a spirit of peace and gratitude. We are pleased to invite our choir group for the prayers, seeking blessings for the successful and inspiring annual day celebration. നന്മ പകരുന്ന ലോകമേ നീ കാത്തിടേണമീ ഞങ്ങളെ. നന്മ പകരുന്ന ലോകമേ നീ കാത്തിടേണമീ ഞങ്ങളെ. ഇരുളു വീഴുന്ന വഴികളിൽ ദീപമായി നീ ഉയരണേ. ഇരുളു വീഴുന്ന വഴികളിൽ ദീപമായി നീ ഉയരണേ. തിന്മയൊക്കെയും മായ്ച്ചിടാം, ഇനി നന്മ മാത്രം ചെയ്തിടാം. തിന്മയൊക്കെയും മായ്ച്ചിടാം, ഇനി നന്മ മാത്രം ചെയ്തിടാം. ഒത്തുചേരുമീ വേളകൾ ഹൃദ്യമാക്കിടാമെന്നുമേ. ഒത്തുചേരുമീ വേളകൾ ഹൃദ്യമാക്കിടാമെന്നുമേ. ദൈവവീതിയിൽ പോയിടാം, ജനനന്മ മാത്രം ചെയ്തിടാം. ദൈവവീതിയിൽ പോയിടാം, ജനനന്മ മാത്രം ചെയ്തിടാം. ദൈവവീതിയിൽ പോയിടാം, ജനനന്മ മാത്രം ചെയ്തിടാം. ജനനന്മ മാത്രം ചെയ്തിടാം. ഭാരതീയ വിദ്യാഭവൻ്റെയും ഭവൻസ് വിദ്യാലയത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെ, ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ, പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഏവർക്കും കലാലോകത്തിന് തീരാ നഷ്ടം വരുത്തിക്കൊണ്ട് ബഹുമാനായ സമശിഷ്ടകരില്ലാത്ത ശ്രീനിവാസൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി എന്ന വാർത്ത അതീവ ദുഃഖത്തോടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ശ്രവിച്ചത്. ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ അദ്ദേഹം മടങ്ങിപ്പോയി. ഒരുപാട് നല്ല സിനിമകൾ നമുക്കെല്ലാവർക്കും സമ്മാനിച്ച അനുഗ്രഹീതനായ അതുല്യനായ കലാകാരനായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രം ഒറ്റപ്പാലത്തെ ജനതയ്ക്ക് നൽകിയ പ്രഥമ ഉപഹാരമാണ് ഭവൻസ് വിദ്യാലയം. 2005 കണ്ണിയമ്പുറത്ത് ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ കേവലം 3 ക്ലാസ്സുകളുമായി തുടങ്ങിയ ഈ വിദ്യാഭ്യാസ സ്ഥാപനം 20 വർഷം പിന്നിട്ട് 21ാം വർഷത്തെ വാർഷിക ആഘോഷ പരിപാടികളിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച, ഒരു തർക്കത്തിനും അവകാശമില്ലാത്ത രീതിയിൽ ഒറ്റപ്പാലത്തിൻ്റെ നഭോമണ്ഡലത്തിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് വളരെയധികം ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട്, അതിനേക്കാൾ ആവേശവുമുണ്ട്. ഈ കാര്യം നേടിയെടുക്കുന്നതിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനവുമായി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കുന്ന വിഷയത്തിൽ മാനേജ്മെൻറ്റിനോടൊപ്പം അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിയെടുക്കുന്ന മുഴുവൻ ആളുകളോടൊപ്പം തോൾ ചേർന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പൊതുസമൂഹവും കൂടെ നിന്നിട്ടുണ്ട് എന്ന് ആദ്യമായി ഓർമ്മിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ആ കൂട്ടായ്മയുടെ നേതൃത്വമാണ്, ആ കൂട്ടായ്മയുടെ സംഭാവനയാണ്, അതിൻ്റെ നേട്ടമാണ് ഇന്ന് കാണുന്ന ഈ ഭവൻസ് വിദ്യാലയം. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും നിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മികവ് കൂടുതൽ ആഗ്രഹിക്കുന്നത് പാലക്കാട് ജില്ലയിലെയും കേരളത്തിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം കിടപിടിക്കാൻ കെൽപ്പുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാക്കി മാറ്റാനുള്ള ശ്രമം തുടർന്നു കൊണ്ടുപോകുമെന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന
സദസ്യരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഈ മണ്ണിലേക്ക് വരുന്ന സമയത്ത് 2007 തിരിഞ്ഞു പോവുകയാണ്. 2005 സ്ഥാപനം ആരംഭിച്ച് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഈ സ്ഥലം ഒരു മൊട്ടക്കുന്നായിരുന്നു. ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വഴി വാസ്തവത്തിൽ കാൽനടയ്ക്ക് പോലും പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കോറിയിലേക്ക് വന്നു പോകുന്ന ഒരു ചെറിയ റോഡായിരുന്നു. ഒരു കോറിയിലേക്ക് അന്ന് ആ സമയത്ത് കോറിയുടെ പ്രവർത്തനവും നിർത്തി. ആ കോറിയാണ് ഇപ്പോൾ മനോഹരമായിട്ട് മുൻകൈയെടുത്ത് ഞങ്ങളൊക്കെ ഒരു വലിയ ഒരു സംഭരണിയാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് താഴെ നിന്ന് ഇങ്ങോട്ട് നടന്ന് കയറാൻ തന്നെ പ്രയാസമാണ്. അവിടെ നിന്ന് ഓരോ ചെറിയ കാലടി വെച്ചാണ് ഇപ്പോൾ ഈ വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വളർന്നു വന്നത്. ഭാരതീയ വിദ്യാഭവനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. ആ അറിവ് ഒറ്റപ്പാലത്തെ ജനതയ്ക്ക് നൽകണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഭാരതീയ വിദ്യാഭവൻ ആരംഭിച്ചത്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് എവിടെയൊക്കെ മികവുറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ബോർഡ് ഭാരതീയ വിദ്യാഭവൻ്റേതാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമാണ്. അതിന് തുല്യമായ ഒരു സ്ഥാപനം, അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് നിറവേറ്റാനുള്ള ശ്രമമാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. അതിനൊക്കെ നിങ്ങളുടെ പങ്കാളിത്തവും ഒരു ഉത്സവഛായ ബഹുമാനിയായ നെഹ്റു ലോ അക്കാഡമി ഓഫ് ലോ പ്രിൻസിപ്പൽ സോണിയ വിജയനെ വിളിക്കുന്ന സമയത്ത് അവർ ക്ഷണം സ്വീകരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ആ ആശങ്കയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തായാലും വരാം എന്നവർ ഞങ്ങളോട് ഉറപ്പ് നൽകിയ സമയത്ത് ബഹുമാനിയായ ശ്രീമതി സോണിയ എറണാകുളം എളമക്കരക്കാരിയാണ്. ഇപ്പോൾ ഞാനിന്നതാ ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ എളമക്കരയിൽ ഭാരതീയ വിദ്യാഭവൻ്റെ ഏറ്റവും മികച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ഏറ്റവും മികച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനം എറണാകുളം എളമക്കരയിലുണ്ട്. എറണാകുളത്ത് 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാരതീയ വിദ്യാഭവൻ നടക്കുന്നുണ്ട്. അതിലൊരു സ്കൂൾ എളമക്കരയിലാണ്. മുഖ്യാതിഥിയുടെ 2 മക്കളും ഈ ഭവൻസ് വിദ്യാലയത്തിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുമോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ആ സ്കൂളിൻ്റെയൊക്കെ മികവും ഭാരതീയ വിദ്യാഭവൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയൊക്കെ നേരിട്ട് അറിവുള്ള അനുഭവമുള്ള ആളുകളാണ്. അതുപോലെയുള്ള ഒരു മഹതിയെയാണ് ഞങ്ങളിപ്പോൾ ക്ഷണിച്ചിവിടെ കൊണ്ടുവന്നത്. എനിക്ക് ചെറിയൊരു ദുഃഖം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു ഭാഗത്ത് മുഴുവൻ ഓഡിയൻസ് എത്തിയിട്ടില്ല. ഇത് കുറച്ച് നേരത്തെ എത്തേണ്ട വിഷയമാണ്. ഒരു ആഘോഷമാണ്. ഞാനതാണ് പറഞ്ഞത്, ഒരു ആഘോഷമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടത് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളാണ്. അതിൽ വലിയൊരു വിഭാഗം എത്തിയിട്ടില്ല. എത്തും എന്ന് എനിക്കറിയാം. കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. ഒരു 7 മണി. പക്ഷേ 7 മണിക്ക് നമ്മളിത് ആരംഭിച്ചാലുള്ള വിഷയം എന്താ? അല്ലെങ്കിൽ 6 മണിക്ക് ഇത് ആരംഭിച്ചാലുള്ള വിഷയം നമുക്ക് രാത്രി 12 മണി വരെ ഈ കലാപരിപാടികളുമായി മുന്നോട്ട് പോകണം. ഈ വന്നിരിക്കുന്ന പല ആളുകൾക്കും തിരിച്ച് വീട്ടിലെത്താൻ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികളാണല്ലോ, അവർക്കൊക്കെ വീട്ടിലെത്തി ഉറങ്ങണം എന്ന ആഗ്രഹമുള്ള കുട്ടികളാവും. അതിനൊക്കെ പ്രയാസം ഉണ്ടാകുമെന്നതുകൊണ്ട് കൃത്യം 5 മണിക്ക് ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചത്. ഏതാണ്ട് 5, 5:10, 5:15 തുടങ്ങിയ സമയത്തും നമ്മുടെ ഓഡിയൻസ് എത്തിയിട്ടില്ല എന്നൊരു ചെറിയ ഖേദമുണ്ട്. ഏതായാലും ഭാരതീയ വിദ്യാഭവനെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഉദാത്തമായ സങ്കല്പമാണ്. ഭാരതീയ പാരമ്പര്യമെന്ന് പറയുന്ന മഹത്തായ ദർശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഭാരതീയ വിദ്യാഭവൻ കഴിഞ്ഞ 1938 മുതൽ ഇന്ന് 2025 ഡിസംബർ മാസം 20-ാം തീയതി വരെയുള്ള പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭാരതീയ വിദ്യാഭവന് മറ്റ് സ്ഥലങ്ങളിലൊന്നുമില്ലാത്ത രീതിയിൽ സ്വീകാര്യതയുണ്ടാകുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ ഈ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നൊരു വിഷയമാണ്. ലോകത്തിലെല്ലാവർക്കും സുഖം തരണം എന്ന്, അല്ലെങ്കിൽ എല്ലാവരും നന്മയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ. അതിലൊരു സമൂഹത്തിനും വേർതിരിവില്ല. അതിൽ ഒരു ഉച്ചനീചത്വത്തിനും അവകാശമില്ല. എല്ലാ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും എല്ലാവർക്കും സുഖമുണ്ടാകണം, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എന്നാഗ്രഹിച്ച ഒരു പ്രദേശത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജന്മം കൊണ്ടത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം എന്നും സ്മരിക്കാൻ സാധിക്കും. അപ്പോൾ
ഭാരതീയ വിദ്യാഭവൻ്റെ അന്തസത്തതാണ്. ബഹുമാനിയായ ശ്രീമതി സോണിയ വിജയൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒറ്റപ്പാലത്തിന് പ്രൗഢിയാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു സംശയവുമില്ല. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് പുറമേ നടത്തി. അതിനുശേഷം കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അവസരം വന്ന സമയത്ത് കേരളത്തിൽ ഒരുപാട് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഏറ്റവും മികവുറ്റ സ്ഥാപനമാണ് നെഹ്റു അക്കാഡമി ഓഫ് ലോ. ആ അക്കാഡമി ഓഫ് ലോയുടെ പ്രിൻസിപ്പളായിട്ടുള്ള ശ്രീമതി സോണിയ വിജയനെ ഞാൻ ഈ ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേരേണ്ട ബഹുമാനായ വാർഡ് കൗൺസിലർ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം നാളെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ വിഷയവുമായിട്ട് എന്തെങ്കിലും തിരക്കിൽപ്പെട്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ നേരത്തെ കണ്ടില്ലോ, ശ്രീ ഷിബു, അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ആ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് ജനവിധി തേടിക്കൊണ്ട് ജനങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് വിജയിച്ച ബഹുമാനായ വാർഡ് കൗൺസിലർ ഷിബുവിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ PTA പ്രസിഡന്റ് ശ്രീ മണികണ്ഠനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പരിചയപ്പെടുത്തുന്ന സാഹസ കർമ്മമാവും. മണികണ്ഠൻ PTA ഒറ്റപ്പാലം ഭാരതീയ വിദ്യാഭവൻ്റെ ഏറ്റവും മികവുറ്റ PTA, അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ മണികണ്ഠൻ. ഞാനൊരു ചെറിയ കാര്യം വിട്ടുപോയി, ചെറിയല്ല, ബഹുമാനായ PT നരേന്ദ്രമേനോൻ വേദിയിലുണ്ട്. ബഹുമാനായ PT നരേന്ദ്രമേനോൻ, നിങ്ങൾക്കറിയാം, സാംസ്കാരിക കേരളത്തിൻ്റെ ഒറ്റപ്പാലം നൽകിയ ഒരു തിലകക്കുറിയാണ് ശ്രീ PT നരേന്ദ്രമേനോൻ. ഞാൻ ഉൾപ്പെടെയുള്ള അഭിഭാഷക ലോകത്തിന് ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരാണ്. ഞങ്ങൾക്കൊക്കെ മാർഗദർശിയായി ഇപ്പോഴും പ്രൊഫഷണൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ PT നരേന്ദ്രമോഹൻ. പലപ്പോഴും അഭിഭാഷക വൃത്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്ന സമയത്ത് അഭിഭാഷക വൃത്തിയോടൊപ്പം സാംസ്കാരിക സാഹിത്യ രംഗങ്ങൾ തനതായ പുലർത്തിയ ശ്രീ PT നരേന്ദ്രമേനോൻ ഭാരതീയ വിദ്യാഭവൻ്റെ രക്ഷാധികാരി കൂടിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ശ്രീമതി വൈജയന്തിമാല, ഈ സ്ഥാപനം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളർച്ച നേടുന്ന സമയത്ത് അതിനൊക്കെ നേതൃത്വം കൊടുത്ത ബഹുമാനിയായ പ്രിൻസിപ്പളെ വൈജയന്തി മാഡത്തിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലപ്പോഴും ഈ സ്കൂളിൽ വരുന്ന സമയത്ത് ഈ സ്റ്റേജിലിരിക്കുന്ന കുറേ ആളുകൾ ഈ സ്കൂളിലേക്ക് വന്ന് സ്കൂളിലെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. ഭാരതീയ വിദ്യാഭവൻ്റെ സന്നദ്ധരായി ഭാരതീയ വിദ്യാഭവനെ സേവിക്കുന്ന ആളുകളാണ് അവരൊക്കെ. ബഹുമാനായ ഈ പ്രഭുരാജൻ, ശ്രീ KP രാംകുമാർ, ശ്രീ P ശിവദാസ്, ശ്രീ CP ബൈജു, ശ്രീ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, ശ്രീ MP കൃഷ്ണദാസ്, ശ്രീ പ്രമോദ് മേനോൻ കഴിഞ്ഞ തവണ നമ്മുടെ PTA പ്രസിഡൻ്റായിരുന്നു. ഇവരൊക്കെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ചടങ്ങിന് അലങ്കാരമായിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. നിങ്ങളേവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഈ സ്ഥാപനത്തിന് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. Respected Sonia ma'am, our beloved Advocate PT Narendra Menon, commonly called as Babotan, Principal, PTA President, all the committee members, others who are on the dais, and all those who are down the dais, a very good evening. I think all those who have fitted these lights carefully taken care of my color, and they focused one light right on my face so that if anybody takes a photograph, I'll be illuminated well. Now, when I look at this audience, hardly any teachers are there,
hardly any students are there. And I think I have to talk to the parents and the guests only. It looks like that. Because in such occasions, the new generation team should have been present in the audience so that there is some sense in what we are talking. Anyway, I think it is partly the mistake of the parents, not inducing them enough at the proper time, at the proper age, to participate in all these type of functions, wherever it is, not only here. Instead of that, they will be all sitting here and there in groups with with telephones and TVs, etc., etc. And I don't know what values are inculcated in them. One of the parents I heard talking, my son or daughter, not just my son, he is my strength, my joy and my happiness, my sunshine. He has given a million reasons to be proud. I just could not imagine my life without him. If you really go through those words, you will understand that that parent is so selfish. He is very much interested in his own happiness. Not for the happiness of the child, not for the improvement of the child, not for inculcating values in the child, not giving a vision for the child, not giving any confidence to the child. He or she wanted to be happy at home. This is what is happening these days. And instead of inculcating values within them from childhood, from right time, if you consider these attitudes, I think what sort of a future generation we are going to create, I don't know. I think the reason being, all these children are not taught in a very good secondary school. Let me tell you, what is a good secondary school? A good secondary school teaches core values like honesty, respect, responsibility, and empathy, alongside essential skills like self-discipline, perseverance, teamwork, and critical thinking. Only if you educate them, not sending them to a school to be literate, to learn some science, mathematics, social studies, whatever it is. Other than that, they should know what is the fundamental values, how this generation can lead the nation forward. I think a total change is required. If you need that type of change and that type of education, you have to send your children from childhood to Bharatiya Vidya Bhavan. A school like Bhavan's will inculcate values right from KG class onwards. And I request all the parents here to communicate this message to your neighborhood and
get those children admitted in this school, the generation will change, I am telling you. No doubt about it. I hope you will do a good deed and we will get confident children growing up. Confidence is very essential these days. Otherwise, children will really go into very difficult situations. I will just tell you one example. I feel I am entitled to stand here only because of one reason. Perhaps I am the only person in Ottapalam who had met the great Dr. K. Munshi, the founder of Bharatiya Vidya Bhavan, and talked with him. Way back, years and years ago, when I was a fledgling student in the Madras Christian College, a very notorious murder case happened, which is called the Lakshmi Kantan murder case. The accused were the leading actors of the Tamil cinema and one producer. In that case, the Crown prosecutor at the time, the British had just left, and the public prosecutor's name was Crown Prosecutor. The Crown Prosecutor was my Wali Ammaman, my mother's uncle. So I used to go to Madras High Court and sit in his chambers just to watch the proceedings. And Dr. K. Munshi had come to defend the producer. And then once when Dr. K. Munshi came, I was also there. I was enthralled because he is a great national figure, a leading politician, a cabinet minister, a great humanist, one of the founders of our constitution, a great writer in English and Gujarati and Hindi, a novelist, a poet and an essayist, and a great orator. I was thrilled to meet him. By the time I had read a novel by him called Jai Somanath. So I humbly went and told him, I have read your book, Jai Somanath. And he was so pleased, this great man is so pleased. When a boy told him that he had read his book, he just called me and patted me on my shoulders and gave me another book of his based on Ramayana. Now this has become like a great banyan tree. The seed which has founded has become a great banyan tree with its branches spread all over the world. I've seen the Bharatiya Vidya Bhavan in London. I've seen the Bharatiya Vidya in US. I've seen the Bharatiya Vidya Bhavan in Nigeria. What that great man did for Indian culture and civilization is beyond words. And we are thankful to him. And I am so happy to be part of that organization, part of this Ottapalam Bharatiya Vidya Bhavan. I think Sri Jayadevan was blessed when he had this idea of starting this Bharatiya Vidya Bhavan here. This was started with nothing, no funds, no land, no building. And now see how it has grown. That is it. When you are sincere in your efforts, somebody will come to help you. The Bharatiya Bhavan, Central Bharatiya Vidya Bhavan has come to help. And above that, Dr. K.S. Menon has taken an avatar here to help this organization. Now, as he has already stated, it has become one of the leading organizations, leading schools in Ottapalam, probably Palghar district. As he said, our culture
is the greatest thing. In Ramayana, when returning back to Ayodhya, when Rama sees his Pushpaka Viman reach Ayodhya, he tells his wife, Janani Janmabhumischa Surgada Bigariyasi. The motherland, this land is greater than heaven. This is what is taught by Bharatiya Vidya Bhavan. The culture which spread across Asay to Himachala created the Upanishads, the greatest works of literature, the Mahabharata, the great music, great art, great darshana, great literature. Our children must understand it. And if you send your children to Bharatiya Vidya Bhavan, they will know what it is, what is our culture. They will know how to love the land, how to love the nation. So, in consonance with the words of respected Dr. K.S. Menon, I say, teach your children in Bharatiya Vidya Bhavan. They will have a bright future. They will be great Indians. They will be great nationalists. Thank you. I extend a heartfelt welcome to Mr. Shibu, our new ward councillor, Dr. K.S. Menon, Chairman, Advocate N.K. Jayadevan, School Manager, the Honourable Members of the Management Committee, Sri P.T. Narendra Menon, Sri Manigandan, PTA President, and all PTA Executive Members, dear parents, well-wishers, teachers, and my dear students. It's a privilege to present the annual report of Bhavans Vidyalaya Uttapalam for the academic year 2025-26. Today we celebrate not only the achievements of our students and staff, but also our collective journey marked by learning, growth, and excellence. Academic excellence and board examination results. It gives me immense pleasure and pride to announce that our school has once again upheld its tradition of academic excellence. Our school topper Meenakshi R secured an impressive marks 95%, and she is the topper in social science and Sanskrit and scored 100 out of 100 in artificial intelligence. Other outstanding achievers, second topper Bijisha P, who is also the topper in Malayalam and science. Third topper Manav, he secured full marks in AI. I extend my heartfelt congratulations to all students and teachers for their remarkable achievements. German language program. To broaden the global outlook of our students, we offer the facility to learn the German language. Barcelona Project, our ongoing cultural exchange program in collaboration with Illa de Rose School, Barcelona, Spain, continues to flourish and enrich our students' global exposure. Bharat Scouts program. The Bharat Scouts program continues to be a vital part of our co-curricular activities, fostering leadership, discipline, and responsibility. Advait Krishna, Adityan, Pranav M, and Manav received the prestigious Rajya Puraskar Award. Navaneet Girish and Sharav successfully cleared the Tridiya Soban examination. We congratulate them on their outstanding achievements. District Sahodaya Kalolsav, Bhavans Fest, and celebrations of success. At the District Sahodaya Kalolsav held at Bharat Mata School, several students excelled with A grades and prizes. We conduct a wide range of activities in our school to ensure the holistic development of our students. അധ്യാപകരുടെയും നിറഞ്ഞ സഹകരണം തന്നെയാണ് എന്നെ ഞാനാക്കിയത്. വിത്ത് യു ഐ എം എ ഹീറോ, വിത്തൗട്ട് യു ഐ എം എ സീറോ. അതാണ് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ഏത് കാര്യത്തിനും എൻ്റെ കൂടെ മുന്നിട്ടിറങ്ങാൻ നിങ്ങൾ സന്നദ്ധരായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിന്നിവിടെ ഈ 10 വർഷം സേവനമനുഷ്ഠിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുന്നത്. രക്ഷിതാക്കളുടെ സഹകരണവും വിദ്യാർത്ഥികളുടെ സ്നേഹവും തന്നെയാണ് ഈ യാത്രയെ അർത്ഥവത്താക്കിയത്. ഏതവസരത്തിലും എനിക്ക് സപ്പോർട്ടുമായി എത്തുന്ന ഇവിടുത്തെ നല്ലവരായ രക്ഷിതാക്കളോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല എന്നതാണ് സത്യം. കൂട്ടത്തിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും എന്നോടൊപ്പം സഹകരിക്കുന്ന നല്ലവരായ നാട്ടുകാരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ അംഗീകാരം എനിക്ക് വലിയ ഉത്തരവാദിത്വവും പ്രചോദനവുമാണ്. ഭാവിയിലും കൂടുതൽ പ്രതിബദ്ധതയോടെ ഈ സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ശുഭം കുരുത്വം കല്യാണം
Jayadevan, Manager, Bhavans Vidyalaya, Ottapalam, respected Principal of Bhavans Vidyalaya, Srimati Vaijayanti Mala, respected Ward Councillor and PTA President, Sri Manikandan, other dignitaries on the dais, esteemed members of Bhavans family, dear Ameya, respected Babu sir, beloved teachers, proud parents, and my dear children, a very good evening to all of you. It is indeed a privilege and honor to be here to inaugurate the 21st annual day function of Bhavans Vidyalaya, Ottapalam. ആദ്യമായിട്ട് പറയാണ്, ഞാനും ഭവൻസ് വിദ്യാലയത്തിൻ്റെ ഫാമിലി മെമ്പർ തന്നെയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ രണ്ട് കുട്ടികളും ഭവൻസ് വിദ്യാലയം എളമക്കരയിലാണ് പഠിച്ചത്. ഭവൻസ് വിദ്യാലയം എന്നെ സംബന്ധിച്ചിടത്തോളം when I speak about ഭവൻസ് വിദ്യാലയ അല്ലെങ്കിൽ ഭാരതി വിദ്യാഭവൻ, I would like to say that maybe I would like to express my feeling as culture-rooted, value-based academic excellence. അതാണ് ഭാരതി വിദ്യാഭവൻ ലോകമെമ്പാടും, ഇന്ത്യയിൽ ഒട്ടുമുക്കാൽ എല്ലാ ഭാരതി വിദ്യാഭവനും ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു മോട്ടോ അതാണ്. ആൻഡ് ഐ എം എക്സ്ട്രീംലി താങ്ക്ഫുൾ ആൻഡ് ഇൻഡപ്റ്റഡ് ടു ഭാരതി വിദ്യാഭവൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഫങ്ഷന് ക്ഷണിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒരുപാട് ഞാനാണ് ഓവ് ചെയ്യുന്നത്, അപ്പം എന്തെങ്കിലും തിരിച്ച് നൽകാനുള്ള ഒരു അവസരം, ഐ എം റിയലി ബ്ലെസ്ഡ് ടു ബി ഹിയർ. അതുകൊണ്ട് തന്നെ എനിക്ക് നോ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ വരാൻ സാറിന് പറയാനുണ്ടായത്. ഇനി വൈ മീ, നമ്മൾ സാധാരണ ആനുവൽ ഡേ ഫങ്ഷൻസ് ഒക്കെ നോക്കുമ്പം ഒരുപാട് ഡിഗ്നിറ്ററീസ്, ഞാനിപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ ഓൺ ദ ഡൈസ് ആൻഡ് ഓഫ് ദ ഡൈസ് വലിയ വലിയ ആൾക്കാരൊക്കെ ഡിഗ്നിറ്ററീസ് ഒക്കെ ഉണ്ട്. വൈ മീ, ആം ഐ ദ റൈറ്റ് പേഴ്സൺ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ബട്ട് സംതിങ് ഗീവ്സ് മീ കോൺഫിഡൻസ് to be here because I represent the teaching fraternity, and teaching is the mother of all profession. So അത് തന്നെയാണ് എൻ്റെ കോൺഫിഡൻസും ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ കൾച്ചർ റൂട്ടഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന്. അത് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നല്ല, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തു. എൻ്റെ രണ്ട് കുട്ടികളും, ഒരാൾ ഇപ്പോൾ വിദേശത്താണ്, ഒരാൾ ബാംഗ്ലൂരാണ്. പക്ഷെ അവർ രണ്ടുപേരും നാട്ടിലേക്ക് വന്നാൽ ആദ്യം പോവുക സ്കൂളിലേക്കാണ്, ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട്. അത്രയും അറ്റാച്ച്ഡ് ആണ് അവർ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിട്ട്. അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുമ്പോൾ അത്രയ്ക്കൊന്നും തോന്നിയിരുന്നില്ല ഇങ്ങനെയൊക്കെ അവരത്ര അറ്റാച്ച്ഡ് ആയിരിക്കും എന്നൊന്നും. പക്ഷേ ഇപ്പോൾ അത് കാണാൻ സാധിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഭാരത് വിദ്യാഭവൻ എന്താണെന്നുള്ളത്, ഏത് തരത്തിലാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്, നെഹ്റു അക്കാഡമി ഓഫ് ലോ. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരും കുറച്ച് നാൾ ഡൽഹിയിലും ജയ്പൂരിലുണ്ടായിരുന്നു. വിത്ത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് ലോയിൽ ഡയറക്ടറായിട്ടാണ്. ഒരു ഡിഫറെൻറ്റ് ക്യാമ്പസസിലും അമൃത വിശ്വവിദ്യാപീഠം യൂണിവേഴ്സിറ്റിയിലും ഒക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഒറ്റപ്പാലത്തേക്ക് ഞാനിവിടെ വന്നു എന്ന് എനിക്കിപ്പോഴാണ്, കുട്ടികളൊക്കെ അവരെ ഇൻഡിപെൻഡൻ്റ് ആയ ശേഷമാണ് എനിക്ക് ഒറ്റപ്പാലത്തേക്ക് തിരിച്ചു വരണം എന്ന് തോന്നിയത്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, കേരളത്തിൽ ആ നേടിയ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് കേരളത്തിലെ ലോ കോളേജിൽ നമ്മുടെ മലയാളി കുട്ടികൾക്ക് അത് കൊടുത്തുകൂടാ എന്നൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നൊരു ജോബ് ആക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഒറ്റപ്പാലത്ത് അധികം ആർക്കും എന്നെ അറിയില്ല. ഞാൻ ജൂൺ 2-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. പക്ഷേ ഒറ്റപ്പാലം വളരെ മനോഹരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായതും കൂടിയാണ് ഞാൻ നെഹ്റു ഗ്രൂപ്പിൻ്റെ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഐ എം റെഡി ടു ജോയിൻ എന്ന് പറഞ്ഞത്. സിനിമകളിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒറ്റപ്പാലം, അതിമനോഹരമായ ഒറ്റപ്പാലം, അതിനൊക്കെ ഉപരിയായിട്ട് ആസ് എ ലോയർ, ആസ് എൻ അക്കാഡമീഷ്യൻ ഞാൻ മനസ്സിലാക്കുകയാണ് ഒരുപാട് ഡിഗ്നിറ്ററീസിനെ, എക്സ്പെഷ്യലി ഡിപ്ലോമാറ്റ്സിനെ സംഭാവന ചെയ്തിട്ടുള്ള സ്വന്തം ഒറ്റപ്പാലം. ഇതിൽ കൂടുതൽ എന്ത് വേണം അഭിമാനിക്കാനായിട്ട് ഒറ്റപ്പാലത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട്
ഇവിടെ മൂവ് ഔട്ട് ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുമ്പോഴും എന്താ പറയുക, നമുക്കൊരു വാംത്തും വെൽക്കമും ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ പറഞ്ഞറിയിക്കുകയല്ല, വളരെ സ്നേഹമുള്ളതാണ്. എനിക്കൊരു ഗൃഹാതുരത്വം ഒന്നും തോന്നുന്നില്ല. ഐ ഫീൽ അറ്റ് ഹോം. സോ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുപാട് CSR ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാണ്. ബിക്കോസ് വി ആർ ദ 1968 തുടങ്ങിയൊരു ലീഗസിയാണ്. സോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ ഇവിടെ സംസാരിക്കാനും നിങ്ങളോടൊക്കെ ഒരു സംവദിക്കാനുമുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് അഡ്വക്കേറ്റ് ജയദേവൻ സാറിനോടും ശ്രീനിവാസ് സാറിനോടും, പ്രിൻസിപ്പൽ കോർഡിനേറ്ററാണ് നെഹ്റു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, പിന്നെ ഞങ്ങളുടെ ഓണറബിൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ P. കൃഷ്ണദാസ് സർ, ഓണററി ട്രേഡ് കമ്മീഷണർ മൊറീഷ്യസ് ഇന്ത്യ ആൻഡ് ചാൻസലർ ഓഫ് PK Das ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി തമിഴ്നാടു, നമ്മുടെ സ്വന്തം ചെയർമാനോട്, ബിലൗഡ് ചെയർമാനോടുമുള്ള എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കുട്ടികളോട് ആശയവിനിമയം നടത്താനുള്ള ഏതൊരു സെഷൻ കിട്ടിയാലും ഞാൻ അപ്പോൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുകയാണ്. ഒത്തിരി CSR ആക്ടിവിറ്റീസ്, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുക, ടെക്നോളജി ബേസ്ഡ് ട്രെയിനിങ് ഒക്കെ, ഞങ്ങളൊക്കെ അതിൻ്റെ പാർട്ടാണ്. വി ആർ ഓൾ ഡ്യൂട്ടി ബൗണ്ട് ആക്ച്വലി. ലോ റിലേറ്റഡ് സെഷൻസ് സ്കൂൾസിൽ ഞങ്ങളുടെ ലീഗൽ എയ്ഡ് ആൻഡ് പ്രോബോണോ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പോക്സോ ആക്ടിനെ കുറിച്ചും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും, ബിക്കോസ് ദേ ആർ വെരി വൾണറബിൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളത്തും ഇപ്പം ഇവിടെ അടുത്തൊക്കെയുള്ള സ്കൂളുകളിലൊക്കെ ആയിട്ട് ഞാൻ തന്നെ സെഷൻസും ഒക്കെ ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് CSR ആക്ടിവിറ്റീസ്, സ്കോളർഷിപ്സ് സ്പോൺസേഡ്, ഫാമിലി സ്പോൺസേഡ് ആൻഡ് കാര്യങ്ങൾ. അതുപോലെ ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സയൻറ്റിഫിക് എക്സ്പോ ആണ് നടത്തിയത്, എൻസൈറ്റ്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എക്സ്പോ എന്ന് പറഞ്ഞിട്ട്. 50,000-ലേറെ വിദ്യാർത്ഥിനികളാണ് വന്നത്, അവരുടെ ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്തത്, കമ്പീറ്റ് ചെയ്തത്. സോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാഠ്യേതര വിഷയങ്ങളിലുള്ള അവരുടെ കഴിവിനെ നമ്മൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക തന്നെ ചെയ്യണം. മഹദ്വ്യക്തികളെ, അധ്യാപകരെ, കുട്ടികളെ, അതുപോലെ രക്ഷിതാക്കളെ, ഞാൻ ഈ സ്കൂള് തുടങ്ങിയ കാലം മുതൽ ഒരുവിധം എല്ലാ ആനുവൽ ഡേക്കും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലെനിക്കേറെ അഭിമാനമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിങ്ങളുടെ ഈ പരിപാടികളെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് വേദിയുടെ അവിടെ ഇരുന്നേർന്നയാൾ ഇന്ന് വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഈ നേരത്ത് വളരെ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ഇതുപോലൊരു വലിയൊരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിന് ആദ്യം തന്നെ ഈ മാനേജ്മെൻറ്റിനോടും അധ്യാപകരോടും നന്ദി പറയുകയാണ്. നമ്മുടെ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അധ്യാപകരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു സ്കൂൾ ഏത് രീതിയിൽ പോകണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃകാ വിദ്യാലയമാണ് ഭവൻസ് വിദ്യാലയം. ആ ഭവൻസ് വിദ്യാലയം നമ്മുടെ നാടിനകത്ത് വന്നത് തന്നെ നമുക്ക് വളരെ അഭിമാനമുള്ളതാണ്. കേവലം വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങളിലേക്ക് മാത്രം ഒതുങ്ങാതെ
വിദ്യാർത്ഥികളെ ആർട്സിലും സ്പോർട്സിലും അതുപോലെ തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിലും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആളുകളെയും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ള സ്കൂളുകളേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ വിദ്യാലയമാണ് എന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാമെന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇത് കഴിഞ്ഞ പരിപാടി നടത്താൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഞാൻ വരുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ കുട്ടികളെ നമ്മൾ ദീർഘിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അധിക കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സ്കൂളിലെ ഏതൊരു കാര്യത്തിലേക്കും വാർഡ് കൗൺസിലർ നിലയ്ക്ക് എല്ലാവിധ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ ഈ വേദിക്ക് മുമ്പാകെ അറിയിക്കുകയാണ്. നാളെയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നാളെയാണ് ഔദ്യോഗികമായി വാർഡ് കൗൺസിലർ നിലയ്ക്ക് ചുമതലയേൽക്കുന്നത്. വേദിയിലിരിക്കുന്ന ഭവൻസ് വിദ്യാലയത്തിൻ്റെ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ജയദേവൻ, അതുപോലെ തന്നെ ചെയർമാൻ KS മേനോൻ, മറ്റു വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, അനധ്യാപകരെ, നമ്മുടെ പ്രിൻസിപ്പൽ ഇവിടെ 10 വർഷം പൂർത്തിയാക്കി എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ വിദ്യാലയവുമായി നീണ്ട 12 വർഷക്കാലത്തെ ബന്ധം എനിക്ക് ഈ വിദ്യാലയവുമായി ഉണ്ട്. ഈ 12 വർഷം കൊണ്ട് ഈ വിദ്യാലയം ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ട് അറിഞ്ഞ് ഇരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഈ സ്ഥാപനത്തിൽ ഞാൻ എൻ്റെ കുട്ടികളെ ചേർക്കുമ്പോൾ എൻ്റെ ഈ 12 വർഷത്തെ അനുഭവമായി വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുട്ടികൾ പഠിച്ച കാര്യങ്ങളെക്കാൾ ഒരു പക്ഷേ അതിൻ്റെ 100 ഇരട്ടി കാര്യങ്ങൾ ഈ വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം ഒരു വിദ്യാലയം എങ്ങനെ ആവണം, എങ്ങനെയൊക്കെ ആയിക്കൂടാ എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഭവൻസ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ 12 വർഷക്കാലത്തിനിടയിൽ ഒരു തവണ പോലും എനിക്ക് എൻ്റെ മക്കൾ ഒരു കുഴപ്പത്തിലായി, ഒരു പ്രശ്നമുണ്ടാക്കി നിങ്ങൾ ഈ സ്കൂളിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്നൊരു വിളി എനിക്ക് വന്നിട്ടില്ല. മറിച്ച് നിങ്ങളുടെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള മെഡലുകൾ കിട്ടുന്നുണ്ട്, അതൊക്കെ കാണുന്നതിന് വേണ്ടി നിങ്ങളെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാലയത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് നിങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്, നിങ്ങളോട് കൂടി പങ്കുവയ്ക്കുകയാണ്. To everyone present here. On behalf of the entire Bhavans Vidyalaya Ottapalam family, I, Ameya school leader, feel deeply honored to stand before you and express my sincere words of gratitude. Your presence this evening has truly added joy, pride, and meaning to our celebration. At the very outset, with heartfelt reverence, I offer my gratitude to the Almighty, the guiding force who continues to bless us with strength, wisdom, and countless opportunities. It is indeed a privilege to extend my warmest thanks to our esteemed chief guest, Dr. Soni Vijayan, a distinguished and inspiring personality, for accepting our invitation and gracing this annual day function. Thank you, ma'am, for your valuable time and the motivating message you shared with us. My sincere appreciation is also extended to our respected chairman, Dr. KS Menon, our school manager, Advocate NK Jayadevan, executive vice chairman, Sri E. Prabhurajan, associate secretary, Sri Ram Kumar, and all members of the management.
Your dedicated leadership, visionary thinking, and constant support have played a major role in shaping Bhavans Vidyalaya Ottapalam into a center of excellence. I would also like to express our sincere gratitude to our PTA President, Mr. Manikandan Sir, for his valuable leadership, guidance, and unwavering support to our school. We extend our heartfelt thanks to all the PTA executive members for their cooperation, constructive involvement, and continuous efforts in strengthening the partnership between parents and the school. Your support plays a significant role in the smooth functioning and overall progress of our institution. A heartfelt note of gratitude to our beloved principal, Vaijayandimala ma'am, for your inspiring guidance. Ma'am, you constantly encourage us to dream big, explore new possibilities, and grow into confident and responsible individuals.